അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹർജിക്കാരൻ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ബൈജു നോയൽ, കോടതി വിധിയിൽ താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ് ഹർജിക്കാരൻ എന്നുള്ള നിലയ്ക്ക്? സജി ചെറിയാൻ ഈ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്. ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിലെ ഒരു മന്ത്രിയാണ് അദ്ദേഹം, ഒരു MLA ആണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ മല്ലപ്പള്ളി പ്രസംഗം കൊണ്ട് നടന്നിട്ടുള്ളത്. അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അന്വേഷണം, ഒരു DYSP ആണ് കേസ് അന്വേഷിച്ചത്. അദ്ദേഹം ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് സജി ചെറിയാൻ എന്ന് പറയുന്ന അക്യൂസ്ഡിന്റെ വോയിസ് സാമ്പിൾ എടുക്കാനോ വോയിസ് സ്പെക്ട്രോഗ്രാഫിക്ക് അത് വിടാനോ അതിനകത്ത് വോയിസ് FSL റിപ്പോർട്ട് വെയിറ്റ് ചെയ്യാനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കേസിനകത്ത് ഒരു റെഫർ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും അദ്ദേഹത്തിന് വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉള്ള ഇട ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ അതിനെതിരെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള പോലീസിൽ നിന്ന് ഈ CBI അന്വേഷണമായിരുന്നില്ലേ താങ്കൾ ആവശ്യപ്പെടുന്നത്? CBI അന്വേഷണമായിരുന്നു അല്ലേ? CBI അന്വേഷണമാണ് എന്റെ കാരണം. ഇത് ഞാൻ ആവശ്യപ്പെട്ടത് കാരണം കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ല, ബയസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സെൻട്രൽ ഏജൻസി, CBI പോലെ ഒരു സെൻട്രൽ ഏജൻസി കേസ് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആവശ്യം. എഗെയിൻ താങ്കളുടെ പ്രശ്നം അവിടെ നിൽക്കുന്നു. വീണ്ടും സംസ്ഥാന പോലീസ് തന്നെയാണ് അന്വേഷിക്കുക, DGPക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ താങ്കൾ നേരത്തെ ആരോപിച്ചതുപോലെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ള ആ ഫാക്ടർ ഇനിയും നിലനിൽക്കുമെന്ന ആശങ്ക താങ്കൾക്കുണ്ടോ അഡ്വക്കേറ്റ് ബൈജു നോയൽ? കേരള ഹൈക്കോടതിയിലെ നിരീക്ഷണം ഉണ്ടായ സ്ഥിതിക്കും അതിനകത്ത് പ്രൈമ ഫേഷ്യ കേസുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്കും ക്രൈംബ്രാഞ്ച് അതിനകത്തൊരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ നടത്തുന്നില്ല എങ്കിൽ നമുക്ക് ഭാവി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് നടത്തും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം പ്രൈമ ഫേഷ്യ അതിനകത്ത് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ അതുള്ളൂ. ബൈജു നോയൽ, ഇവിടെ ഒരു ഓഫീസർ ഓഫ് ഇന്റഗ്രിറ്റി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പരോക്ഷ സൂചന അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യസന്ധത ഇല്ലാത്ത ആളാണ് എന്നുകൂടി പരോക്ഷമായി പറയുന്നില്ലേ കോടതി? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാവിറ്റിയുള്ള ഒരു കേസായത് മാറുന്നില്ലേ അഡ്വക്കേറ്റ് ബൈജു നോയൽ? തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടില്ല. എവറി സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹിസ് ഓർ ഹെർ കേസ് ബൈ എ ഫ്രീ ആൻഡ് ഫെയർ മാനർ. ഇൻ അസീജ ബീഗം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ്. എല്ലാ പൗരനും അതിനുള്ള അവകാശമുണ്ട്. എന്റെ ആ അവകാശത്തെയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇവിടെ ഡിനൈ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടില്ല. അതിനകത്ത് 4 പേജുള്ള ഒരു റെഫർ റിപ്പോർട്ടാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ ശ്രീ ബൈജു നോയൽ, താങ്ക് യു.